സിനിമയുടെ പേര് ആരാധ്യ ദേവി എന്നാണ്, ആരാധിക്കാൻ തോന്നുന്ന ദേവി. പക്ഷേ എനിക്കത് ഒരു മൂദേവിയായിട്ടാണ് തോന്നിയത്. അമ്മാതിരി മൊത്തത്തിൽ ഒരു ഫുൾ നെഗറ്റീവ് അടിച്ചൊരു സിനിമ. സാരി ഉടുക്കാൻ വളരെ പാഷനായിട്ടുള്ള സ്ത്രീകൾ നിർബന്ധമായിട്ട് വന്ന് ഈ സിനിമ കാണണം. കാരണം എത്ര അല്ലാത്ത രീതിയിൽ സാരി ഉടുക്കാം എന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു സിനിമ. ഇതൊക്കെയോ പ്രദർശിപ്പിക്കാൻ ശ്രമിച്ച പോലെ സ്ത്രീകളെ നാണം കെടുത്തുന്ന രീതിയിലാണ് ഈ സിനിമയിൽ ഈ കുട്ടിയുടെ വേഷവിധാനം. ഭയങ്കര എക്സ്ട്രീം ഫെമിനിസ്റ്റ് പറയാം, ഇങ്ങനെയാണ് ആണുങ്ങൾ കണ്ടോ, ഒന്ന് സാരി ഇട്ട് ഇച്ചിരി ഒന്ന് ക്ലീവേജ് എല്ലാം കാണിച്ചിട്ട് പുറത്തിറങ്ങുകയാണെങ്കിൽ അയ്യോ തീർന്നു, പെണ്ണുങ്ങളുടെ ജീവിതം ഒരു കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയാണ്. കോൺട്രവേഴ്സി ആവത്തില്ല, കാരണം ആൾക്കാർ പോയി സിനിമ ഉണ്ടായാലേ കോൺട്രവേഴ്സി ആവും. കൊള്ളില്ല. കാരണം ഒരു ബി ഗ്രേഡ് അല്ലെങ്കിൽ സി ഗ്രേഡ് അല്ലെങ്കിൽ ഡി ഗ്രേഡ് മൂവി എന്ന് വേണമെങ്കിൽ അത്രയ്ക്ക് ഒരു മോശപ്പെട്ട ഒരു സിനിമയാണ്. രാം ഗോപാൽ വർമ്മയുടെ ഒരു രചന എന്ന് കണ്ടിട്ടാണ് സിനിമ കാണാൻ കയറിയത്. പിന്നെ നമ്മുടെ മലയാളിയായിട്ടുള്ള ഒരു കുട്ടിയാണ് അതിലെ നായിക എന്നുള്ള ഇതും കണ്ടിട്ടാണ് കയറിയത്. രാം ഗോപാൽ വർമ്മ നമ്മുടെ കുട്ടിക്കാലത്ത് ഒരുപാട് ഹിറ്റ് സിനിമകൾ നിർമ്മിച്ച സംവിധായകനാണ്. മോഹൻലാൽ ഉൾപ്പെടെ ഒരുപാട് പേർക്ക് നല്ല സിനിമകൾ കൊടുത്തിട്ടുള്ളതാണ്. പക്ഷേ ഇത് ശരിക്കും എന്താ പറയുക, ഒരു വകയ്ക്ക് കൊള്ളാത്ത സിനിമ. പിന്നെ മലയാളം ഡബ്ഡ് വെർഷനാണ് ഞാൻ കണ്ടത്. അപ്പോൾ പിന്നെ ആ ഡബ്ബിങ്ങിൻ്റെ വളരെ ദയനീയമെന്ന് വേണമെങ്കിൽ പറയാം. ഡബ്ബിങ് പാട്ടുകളും എല്ലാം ഒരു വകയ്ക്ക് കൊള്ളില്ല. മ്യൂസിക് ആയാലും എന്തായാലും മൊത്തത്തിൽ ഒരു ഫുൾ നെഗറ്റീവ് അടിച്ചൊരു സിനിമ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗ്ലാമർ ആ പെൺകുട്ടിയുടെ നായികയുടെ സിനിമയുടെ പേര് ആരാധ്യ ദേവി എന്നാണ്, ആരാധിക്കാൻ തോന്നുന്ന ദേവി. പക്ഷേ എനിക്കത് ഒരു മൂദേവിയായിട്ടാണ് തോന്നിയത്. അമ്മാതിരി സത്യം അങ്ങനത്തെ ഒരു ഇതാണ്. കാരണം അഭിനയവും കൊള്ളില്ല. ഈ പറഞ്ഞ ഫുള്ള് ഈ സിനിമയുടെ പേര് സാരിയാണ്. കാരണം രാം ഗോപാൽ വർമ്മ പറഞ്ഞു ഈ കുട്ടി എവിടെയോ സാരി ഉടുത്ത് നിൽക്കുന്ന ഒരു പോസ്റ്റ് കണ്ടിട്ടാണ്, അത് പുള്ളി ഇൻസ്റ്റഗ്രാമിൽ എന്തോ പോസ്റ്റ് ചെയ്ത് കണ്ടിട്ടാണ് പുള്ളി ഈ പെൺകുട്ടിയെ ശ്രദ്ധിക്കുന്നത്, സിനിമയിലോട്ട് ക്ഷണിക്കുന്നതെന്നും. സാരി ഉടുക്കുന്ന അല്ലെങ്കിൽ സ്ത്രീകൾ അല്ലെങ്കിൽ സാരി ഉടുക്കാൻ വളരെ പാഷനായിട്ടുള്ള സ്ത്രീകൾ നിർബന്ധമായിട്ട് വന്ന് ഈ സിനിമ കാണണം. കാരണം എത്ര അല്ലാത്ത രീതിയിൽ സാരി ഉടുക്കാം എന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു സിനിമയാണ്. അമ്മാതിരി വൾഗറായിട്ടുള്ള രീതിയിലാണ് ഈ ഇതിൽ എന്തൊക്കെയോ പ്രദർശിപ്പിക്കാൻ ശ്രമിച്ച പോലെ സാരി ഉടുത്ത് അങ്ങനെ എന്ന് പറയുമ്പോൾ ഒരു ഗ്ലാമർ ഷോ പോലെ തന്നെ തോന്നും. പേര് ആ സാരി എന്ന് പറയുന്ന ധരിക്കുന്ന സ്ത്രീകളെ നാണം കെടുത്തുന്ന രീതിയിലാണ് ഈ സിനിമയിൽ ഈ കുട്ടിയുടെ വേഷവിധാനം. ഞാൻ രാം ഗോപാൽ വർമ്മയെ പണ്ട് ഞാൻ കുട്ടിക്കാലത്തെ കണ്ടിട്ടുള്ളൂ. അതിനുശേഷം പിന്നെ പേടിപ്പെടുത്തുന്ന ഇത് സൈക്കോ ത്രില്ലർ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും കാരണം പണ്ട് അദ്ദേഹം സൈക്കോ ത്രില്ലർ ഹൊററൊക്കെ വളരെ ബ്ലോക്ക് ബസ്റ്ററായ സിനിമകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെങ്കിലും ചിലപ്പോൾ ആ സൈക്കോ ലെവലിലെങ്കിലും ഇത് ഒരു ത്രില്ലടിപ്പിക്കുമെന്നും പറഞ്ഞാൽ അതുമില്ലായിരുന്നു, ഒരു വകയില്ല. നമുക്ക് അതിലെ സൈക്കോ ത്രില്ലർ തന്നെ പേടിപ്പെടുത്തുന്ന ഒന്നുമില്ല. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വളരെ മോശം. എനിക്ക് കുറേ നേരം ആയപ്പോൾ എനിക്ക് ആ കെട്ടിടത്തിൻ്റെ ഈ തിയേറ്ററിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് താഴെ ചാടാൻ തോന്നി. അമ്മാതിരി വെറുപ്പിക്കുന്ന ഒരു സിനിമ. പിന്നെ നമ്മൾ ചില സിനിമകൾ കാണുമ്പോൾ നമുക്ക് കിളി പറന്നുപോയി, ചെവിയിൽ ചെമ്പരത്തിപ്പൂ അങ്ങനെയൊക്കെ തോന്നില്ലേ. ഇതിൽ ചെമ്പരത്തിപ്പൂ കൊണ്ട് ഒരു ജണ്ടുണ്ടാക്കി രണ്ട് ചെവിയിലും ചെമ്പരത്തിപ്പൂ ജണ്ട് വയ്ക്കാൻ തോന്നുന്നു. അമ്മാതിരി ഒരു സിനിമയാണ്. കൊള്ളില്ല, ഒരു വകയ്ക്കും കൊള്ളില്ല. വെറുതെ കയറി എൻ്റെ പൈസ തിരിച്ചവർ രാം ഗോപാൽ വർമ്മയെങ്ങാനും തിരിച്ച് തരുന്നുണ്ടെങ്കിൽ ഞാൻ വളരെ സന്തോഷത്തോടെ വാങ്ങിച്ചുകൊണ്ട് പോകും. അമ്മാതിരി ഒരു സിനിമ. കാരണം ഈ പെൺകുട്ടി എന്ത് ഉദ്ദേശിച്ചാണെന്ന് എനിക്കറിയാൻ പാടില്ല. കാരണം ചിലപ്പോൾ ഇനി തുണി കുറച്ച് ധരിച്ചാൽ ഇനി തെലുങ്ക് സിനിമയാണല്ലോ. അപ്പോൾ തെലുങ്കിൽ ഇനി ഒരുപാട് നായികയായിട്ട് അവസരം കിട്ടുമെന്നോ അല്ലെങ്കിൽ ഹിന്ദിയിൽ ഇനി അവസരം കിട്ടുമെന്നോ അങ്ങനെയെല്ലാം പ്രതീക്ഷിച്ചിട്ടാണോ ഈ സിനിമ ചെയ്യാൻ പോയതെന്ന് അറിയാൻ പാടില്ല. പിന്നെ അതിൽ നായകനായിട്ട് അഭിനയിക്കുന്ന പയ്യനെ ഞാൻ വെറുതെ ഗൂഗിളിൽ നോക്കിയപ്പോൾ പുള്ളി ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആർട്ടിസ്റ്റാണ്, നാടക നടനാണ്. പുള്ളി നന്നായിട്ട് പെർഫോം ചെയ്യുന്നു. പക്ഷേ ഇതിലൊരു വല്ലാത്തൊരു കഥാപാത്രം കൊടുത്ത് പുള്ളിയെ കൂടെ ഡിഗ്രേഡ് ചെയ്തതുപോലെ തോന്നി. അമ്മാതിരി ഒരു സിനിമ. സാരി എന്ന് പേരും. സാരി എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ പ്രത്യേകിച്ച് കേരളത്തിലെ വളരെ മാന്യമായിട്ടുള്ള സ്ത്രീകളുടെ ഒരു വസ്ത്രധാരണം എന്നാണ് നമ്മൾ നോർമലി നമ്മൾ ചിന്തിക്കുന്നത്. കാരണം ഏത് സ്ത്രീയെയും സൗന്ദര്യം ഇല്ലാത്തവർ പോലും ഈ സാരി ഉടുക്കുമ്പോൾ പ്രത്യേകിച്ച് നല്ല സുന്ദരിയായിട്ട് തോന്നും. ഇതിലങ്ങനെയല്ല. ഇതിൽ സാരി എങ്ങനെ വളരെ മാന്യത അല്ലാത്ത രീതിയിൽ ഉടുക്കാം എന്നുള്ളതിൻ്റെ ആ ഒരു ഇതാണ് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. OTT പോലും വാച്ച് ചെയ്യാൻ തോന്നത്തില്ല. അമ്മാതിരി ഒരു സിനിമ. ഇത് വല്ല യൂട്യൂബ് ചാനലിൽ എങ്ങാനും റിലീസ് ചെയ്യാൻ പറ്റിയ ഒരു ക്വാളിറ്റിയായ സിനിമയ്ക്കുള്ളൂ. സാരി ഞാൻ ആക്ച്വലി ഫസ്റ്റ് ഓഫ് ഓൾ രാം ഗോപാൽ വർമ്മയ്ക്ക് വേണ്ടി തന്നെയാണ് ഈ സിനിമ എന്ന് കണ്ടത്. ഹീസ് എ റൈറ്റർ ഓഫ് ദിസ് മൂവി ആൻഡ് ഗിരികൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് വ്യക്തിയാണ് സിനിമ ഉണ്ടാക്കി. ഇത് ഹിന്ദി വേർഷനാണ് എക്സ്പെക്ട് ചെയ്ത് വന്നത്, പക്ഷേ മലയാളമായിരുന്നു. അതുകൊണ്ട് തെലുങ്ക് മൂവിയാണല്ലോ. ഹിന്ദിയും തെലുങ്ക് തമിഴ് എന്നാലും കുഴപ്പമില്ല. പക്ഷേ മലയാളം വേർഷൻ ഡബ്ബിങ് എനിക്കങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. മൂവി എങ്ങനെയാണെന്ന് വെച്ചാൽ ബേസിക്കലി ഒരു സൈക്കോ സ്റ്റോക്കറിൻ്റെ ഒരു
കഥയാണ്, മനസ്സിലായില്ലേ? ആദ്യമേ നമ്മളിപ്പം ഓരോ ലെവൽസ് ഉണ്ടല്ലോ. നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ സ്നേഹത്തിനെ കുറിച്ച് പറയുമ്പോൾ, റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുമ്പോൾ, ഒരാണ് ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ ആദ്യമേ ചിലപ്പോൾ ഒന്ന് ഇഷ്ടപ്പെടും. അത് കഴിഞ്ഞിട്ട് ഇച്ചിരി നാൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് തോന്നും. ചിലപ്പോൾ അതൊരു സ്നേഹം അല്ലെങ്കിൽ ലവിലേക്ക് മാറും. ഇപ്പം മറ്റേ ഒരു ആൾക്ക് അതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ലെങ്കിൽ നമ്മൾ തന്നെ ഇൻഫാക്ച്വേറ്റ് ചെയ്ത് പല കാര്യങ്ങളും തോന്നും. വീട്ടിൽ പോയിട്ട് നമ്മൾ അതിനെക്കുറിച്ച് നമ്മളങ്ങനെ പോകാൻ പറ്റിയിരുന്നെങ്കിൽ ഇങ്ങനെ പോകുന്ന ഇൻഫാക്ച്വേഷൻ തുടങ്ങും. അതിനുശേഷം നമ്മൾ ചിലപ്പോൾ പ്രപ്പോസ് ചെയ്യും. ഇത് കഴിഞ്ഞിട്ട് അവിടുന്ന് റെസിസ്റ്റൻസ് വരുമ്പോൾ ആണ് ഒരു ആണുങ്ങളുടെ മോസ്റ്റ്ലി ആണുങ്ങൾ, സ്ത്രീകൾക്കും വരാതിരിക്കാൻ, ആണുങ്ങളുടെ ഇത് ഭാഗത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ അത് മാറി സ്റ്റോക്ക് ചെയ്യാൻ തുടങ്ങും. ഒരു സൈക്കോപാത്ത് രീതിയിൽ പോകാൻ സാധ്യതയുണ്ട് ചില ഇൻസ്റ്റൻസസ്. ആ ഒരു ഇൻസ്റ്റൻസ് കാണിക്കുന്നൊരു മൂവിയാണ്. വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയെ മാറി ഇൻഫാക്ച്വേഷൻ കൂടി സ്റ്റോക്ക് ചെയ്ത് തുടങ്ങി ആൻഡ് ഒരു സൈക്കോപാത്തായി മാറുന്ന ഒരു മൂവിയാണ്. അപ്പം ദിസ് ഈസ് ഒരു ത്രില്ലർ ജോണറിലിടാം വിത്ത് ഇൻഫാക്റ്റ് ഇച്ചിരി മുമ്പോട്ടൊക്കെ പോകുമ്പോൾ ഇച്ചിരി ചെറിയ ഹൊറർ എലിമെൻറ്റ്സ് ഒക്കെ ഇടുന്നുണ്ട്. എലിമെൻറ്റ്സാണ്, ഇറ്റ്സ് നോട്ട് ഹൊറിഫൈങ് എലിമെൻറ്റ്സ് ഇടുന്നുണ്ട്. ഞാൻ ഈ മൂവി ബേസിക്കലി വന്ന് കാണാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാം ഗോപാൽ വർമ്മ തന്നെയാണ്. ഞാൻ ഡയറക്ടറിനെ കുറിച്ച് കൂടുതൽ കേട്ടിട്ടില്ല. പിന്നെ ഒബ്വിയസ്ലി ദി ആക്ട്രസ് സോഷ്യൽ മീഡിയയിലും പിന്നെ ഇച്ചിരി നാൾ കൊണ്ട് ഷീസ് മെയ്ഡ് നെയിം ഫോർ ഹെർ സെൽഫ്. അപ്പോൾ സാരി ഇടുന്ന ഒരു സ്ത്രീ എങ്ങനെ ഇന്ദ്രിയങ്ങളെ ത്രസിപ്പിക്കാൻ പറ്റും എന്നുള്ള ഒരു ഇതിലാണ് കയറി പിടിച്ചേക്കുന്നത്, മനസ്സിലായില്ലേ? നൗ കമ്മിങ് ടു ദ മൂവി, ഇനിഷ്യലി ഇച്ചിരി എൻഗേജിങ് ആയിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് പോയപ്പം നല്ല രസമായിരുന്നു. എസ്പെഷ്യലി അതിൻ്റെ അകത്ത് ദിസ് ഗൈ ഗോസ് കംപ്ലീറ്റ്ലി ബോങ്കേഴ്സ് ആൻഡ് ഹി ജസ്റ്റ് ഗോസ് ഒരു സൈക്കോ ആയിട്ട് തന്നെ മാറുകയാണ്. ഈ ആരാധ്യ എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ പേരും അങ്ങനെ തന്നെയാണ്, സിനിമയിൽ അതാണ്. അപ്പോൾ അതിനെ കിഡ്നാപ്പ് ചെയ്തതിന് ശേഷം ഇൻഫാക്റ്റ് അവിടെ വെച്ച് ഒരുപാട് ഡ്രാഗ് ചെയ്തു. ഒരു 2.25 മണിക്കൂർ, ഒരു 1 മണിക്കൂർ 45 മിനിറ്റിൽ നിർത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ ദിസ് മൂവി വുഡ് ഹാവ് ബീൻ ഡെഫിനറ്റ്ലി ഒരു നല്ല വാച്ച് ആവുമായിരുന്നു. കാരണം ഇതിനകത്ത് ഭയങ്കര സ്ലാഷിങ് ഉണ്ട്, എന്താ പറയുക, ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ഫോർ എ ഗേൾ ഹു ഗെറ്റ്സ് കിഡ്നാപ്ഡ്. പിന്നെ അവസാനം വന്ന് എൻഡ് ചെയ്യുമ്പം ഇച്ചിരി ബോറായിപ്പോയി. കാരണം ഈ പയ്യൻ ഈ പെൺകുട്ടിയോട് ഇത്രയും ഇൻഫാക്ച്വേഷനും ഇത്രയും ഒരു സൈക്കോപാത്തിക് സ്റ്റോക്കറായി മാറാൻ കാരണം ഇതിട്ടേക്കുന്ന സാരി, ഹൗ ഷീ യൂസ് ടു പ്രൊജക്റ്റ് ഹെർ സെൽഫ് എന്നുള്ള രീതി. അവസാനം സാരി കാരണമാണ് ഇത്രയും പ്രശ്നം വന്നെന്ന് വെച്ച് ഇതിൻ്റെ വാർഡ്രോബിലുള്ള സാരി എല്ലാം കൊണ്ട് അവസാനം കൊണ്ട് കത്തിക്കുന്നൊരിതുണ്ട്. ഇത് സ്പോയിലറൊന്നും ആവില്ല. അപ്പോൾ അവിടെ ആവശ്യമില്ലാത്ത ഒരു കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയാണ്. കോൺട്രവേഴ്സി ആവത്തില്ല, കാരണം ആൾക്കാർ പോയി സിനിമ ഉണ്ടായാലേ കോൺട്രവേഴ്സി ആവും. എന്ന് വെച്ചാൽ സാരി എന്ന് പറയുന്നത് ഇന്ത്യൻ കൾച്ചറിൻ്റെ ഒരു ഭാഗമാണ്, മനസ്സിലായില്ലേ? അവസാനം സാരി ഇട്ടുകൊണ്ട് ആൾക്കാരെ ഇങ്ങനെ നെഗറ്റീവ്ലി അത് ചെയ്യുന്നു. അതുകൊണ്ട് സാരി വേണ്ട, ഷർട്ടും ജീൻസും അല്ലെങ്കിൽ പാൻസ് മാത്രം ഇട്ടാൽ മതി എന്നുള്ളൊരു ആവശ്യമില്ലാത്തൊരു മെസ്സേജ് അവസാനം കയറി കൊടുക്കുന്നുണ്ട്. അതൊക്കെ ചുമ്മാ ഈ ജനറലൈസ് ചെയ്യുന്നതാണ്, മനസ്സിലായി? ഇതിൻ്റെ അകത്ത് തന്നെ ഇപ്പം സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് ഭയങ്കര എക്സ്ട്രീം ഫെമിനിസ്റ്റ് പറയും, ഇങ്ങനെയാണ് ആണുങ്ങൾ, കണ്ടോ ഒന്ന് സാരി ഇട്ട് ഇച്ചിരി ഒന്ന് ക്ലീവേജ് എല്ലാം കാണിച്ചിട്ട് പുറത്തിറങ്ങുകയാണെങ്കിൽ അയ്യോ തീർന്നു, പെണ്ണുങ്ങളുടെ ജീവിതം തീർന്നു, അങ്ങനെ സംസാരിക്കാൻ പോകുന്ന ആൾക്കാർ ചിലപ്പം കാണും. ഇത് കാണുമ്പം എക്സ്ട്രീം ഷോവിനിസ്റ്റും കാണും, മെയിൽ ഷോവിനിസ്റ്റും കാണും. എന്താ പറയുക, ഇത് ചുമ്മാ വെറുതെ ആൾക്കാരെ ചെയ്യുന്ന, അങ്ങനെ ആണുങ്ങൾ ഇങ്ങനെയൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞത്. മിഡ് ട്രാക്ക് ഈ സിനിമ ഫോളോ ചെയ്തിട്ടില്ല. പിന്നെ രാം ഗോപാൽ വർമ്മയുടെ ഈയിടയ്ക്കത്തുള്ള സിനിമകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും സ്പർ ചെയ്തില്ലെങ്കിൽ ആൾക്കൊരു ഇത് വരില്ല. ബട്ട് ഐ ആസ് എ രാം ഗോപാൽ വർമ്മ ഫാൻ ഓഫ് വാട്ട് എവർ മൂവീസ് ഹി ഹാസ് മെയ്ഡ് ഇൻ ദ പാസ്റ്റ്, സ്റ്റാർട്ടിങ് ഫ്രം സത്യ തൊട്ട് രംഗീലായപ്പോഴാണ് ഫോർ എക്സാമ്പിൾ ഉർമിള മട്ടോങ്കർ എന്ന് പറഞ്ഞൊരു ആക്ട്രസിനെ വളരെ ഫിസിക്കലി ഭയങ്കര ഒരു സെൻഷ്വൽ രീതിയിൽ പൊട്രേ ചെയ്ത് തുടങ്ങിയൊരു സമയമുണ്ടായിരുന്നു രാം ഗോപാൽ വർമ്മയുടെ ഒരു കാലഘട്ടം സിനിമ. അത് കഴിഞ്ഞിട്ട് വേറെ ഒരുപാട് ആക്ടേഴ്സിനെ ഹി ഹാസ് യൂസ്ഡ് ദം പ്രോപ്പർലി. കഴിഞ്ഞ ഒരു 5-6 years ആയിട്ട് ഇറ്റ്സ് ഗോയിങ് ഇൻ ടു സ്ലീസ് എന്ന് പറയാം. സോ ഐ ഡോണ്ട് നോ വൈ സച്ച് എ ഗ്രേറ്റ് ഡയറക്ടർ. രാം ഗോപാൽ വർമ്മയുടെ ഈ സിനിമയിൽ കണ്ടത് വേറെ എന്തെന്ന് വെച്ചാൽ, രാം ഗോപാൽ വർമ്മയുടെ സിനിമ ചെയ്യുമ്പം സിനിമാറ്റോഗ്രഫി നോട്ടീസ് ചെയ്യണം, വളരെ അപ്പ് ഫ്രണ്ട് ആൻഡ് ടൈറ്റ് ഷോട്ട്സാണ് ആൾക്കാരുടെ മുഖം. അത് തന്നെ ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ദാറ്റ് ഈസ് രാം ഗോപാൽ വർമ്മ എന്താ പറയുക ഒരു ഫിലിം മേക്കിംഗ് ഇതാണ്. പിന്നെ പഴയ അദ്ദേഹം ഉണ്ടാക്കിയ ഒരുപാട് ഹൊറർ മൂവീസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ആ ഇമ്പാക്റ്റൊക്കെ ഇതിൽ തോന്നിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മൂവി ആസ് സച്ച് ഇസ് ആവറേജ് ഓർ മേ ബി ഈവൻ ബിലോ ആവറേജ്. ഇറ്റ് കുഡ് ഹാവ് ബീൻ എ മച്ച് ബെറ്റർ മൂവി. ഒരു അരമണിക്കൂറൊക്കെ കുറച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ, ആൻഡ് ഇച്ചിരി കൂടെ കൂടുതൽ പ്രോമിനൻസ് ക്യാരക്ടറിൽ കൊണ്ടുവരാൻ പറ്റുന്നത്, ഇച്ചിരി കൂടെ ലേഡിക്ക് ഇച്ചിരി കൂടെ കണ്ടൻറ്റ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ ദിസ് വുഡ് ഹാവ് ബീൻ എ മച്ച് ബെറ്റർ മൂവി. അതർവൈസ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്ന് കാണുമ്പോൾ സാരി, ഇതിൻ്റെ ട്രെയിലറും മറ്റേ ആരാധ്യ എന്ന് പറഞ്ഞ കുട്ടിയുടെ ഇതും കൂടെ ഒക്കെ വെച്ച് നോക്കുമ്പോഴേ അതിൻ്റെ ബേസിസിൽ ആൾക്കാരെ തിയേറ്ററിൽ കൊണ്ടുവരും. അതിനുശേഷം യു ഹാവ് ടു ഹാവ് കോണ്ടൻറ്റ്, ഇല്ലെങ്കിൽ ദർ ഇസ് നോ യൂസ് ഓഫ് യൂസിങ് ദിസ് ജോണർ ഓഫ് മൂവീസ്.